ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമളാൻ അവസാനിച്ചാൽ ചെറിയ ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ കഴിഞ്ഞ ഉടനെ 6 ദിവസം ശവ്വാലിലെ 6 നോമ്പ് അനുഷ്ഠിക്കൽ വലിയ മഹത്തായ പുണ്യമാണ്. ശവ്വാലിലെ ഏത് ദിവസവും ശവ്വാൽ മാസത്തിലെ 1-ന്റെയും 30-ന്റെ അല്ലെങ്കിൽ 29-ന്റെയും ഇടയിലുള്ള ഏത് ദിവസവും ആ നോമ്പ് അനുഷ്ഠിക്കാം. ശവ്വാലിന്റെ സുന്നത്ത് നോമ്പ് എന്ന് പ്രത്യേകം കരുതി നോൽക്കാം. പക്ഷേ അത് ചെറിയപെരുന്നാളിന്റെ പിറ്റേന്ന് തന്നെ തുടങ്ങിയ 6 ദിവസം തുടർച്ചയായി അങ്ങ് പൂർത്തിയാക്കൽ വലിയ പുണ്യമാണ്. ഏതെങ്കിലും ഒരു ദിവസം നോൽക്കുന്നതിനേക്കാളും ശവ്വാലിലെ ഏതെങ്കിലും ഒരു ദിവസം അനുഷ്ഠിക്കുന്നതിനേക്കാളും വലിയ മഹത്വം ചേർത്ത് നോൽക്കലാണ്. അതിന്റെ പുണ്യം, അതിന്റെ മഹത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. വിശുദ്ധ റമളാനിൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുകയും ശവ്വാലിലെ 6 ദിവസം അതിനോട് തുടർച്ചയായിട്ട് നിൽക്കുകയും ചെയ്താൽ, അപ്പൊ അത് തുടർച്ചയാക്കലാണ് നല്ലത്. അങ്ങനെ തുടർച്ചയായിട്ട് ശവ്വാല് കഴിഞ്ഞ് ശവ്വാല് 2, 3, 4 ഇങ്ങനെ 6 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ കാന കസിയാമിദ് ദഹർ, ഒരു വർഷം മുഴുവനും റമളാനിലെ നോമ്പും ശവ്വാലിലെ 6 നോമ്പും കൂടി ചേർക്കുമ്പോൾ ഒരു വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചത് പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോ നമ്മുടെ ഈ കൊല്ലം, അതായത് ഈ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള ഓരോ ദിവസങ്ങളും, ഓരോ മാസത്തിലെ ഓരോ ദിവസവും 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം എല്ലാ മാസവും വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ച പ്രതിഫലം 6 നോമ്പ് കൂടി റമളാനോട് കൂടെ തുടർത്തി നോറ്റാൽ ലഭിക്കുന്നതാണ് എന്നാണ് തിരുനബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അതാണ് അതിന്റെ വലിയ മഹത്വം. ഒരിക്കൽ നബി തങ്ങൾ തന്നെ പറഞ്ഞു, മൻ സ്വാമ 6 അയ്യാമിൻ ബഅദൽ ഫിത്ർ, ചെറുപെരുന്നാളിന് ശേഷം 6 ദിവസം നോമ്പ് കൂടി നോറ്റാൽ കാന തമാമസ്സന, അത് ഒരു വർഷത്തിന്റെ പൂർത്തീകരണമാണ്. നബി മൻജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹ, ഒരു നന്മ 10 ഇരട്ടി പ്രതിഫലമാണല്ലോ. എങ്ങനെയാണ് ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുക? നബി തങ്ങൾ തന്നെ പറഞ്ഞത് കാണാം, സിയാമു റമളാന ബി അശ്റത്തി അഷ്ഹുർ, റമളാൻ നോമ്പ് 10 മാസത്തെ നോമ്പിന്റെ നോമ്പനുഷ്ഠിച്ചതുപോലെയാണ്. റമളാനിലെ 30 നോമ്പ് 10 മാസം നോമ്പറ്റതുപോലെയാണ്. സിയാമു 6 അയ്യാമിൻ ബിശഹ്റൈനി, 6 നോമ്പും കൂടി നോറ്റാൽ അത് 2 മാസം കൂടി അനുഷ്ഠിച്ചതുപോലെയായി. അപ്പോ 10ഉം 2ഉം 12. അപ്പൊ 10 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം റമളാനിലെ നോമ്പിനും 2 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ശവ്വാലിലെ നോമ്പിനും 6 നോമ്പിനും ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കും. ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഖളാ ആയവർ ഉണ്ടെങ്കിൽ റമളാനിലെ ഖളാ കൂടി നിയ്യത്ത് ചെയ്യുക. ശവ്വാലിലെ സുന്നത്ത് നോമ്പും 2 നിയ്യത്ത് ചെയ്യാം. അത് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോൾ തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പും പ്രത്യേകം കരുതുക. ഇങ്ങനെ നീ വെളുത്ത രാവിലെ 13, 14, 15 എല്ലാ മാസവും വെളുത്ത രാവിലെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദിനങ്ങൾ വരുമ്പോൾ അതും കൂടി കരുതുക. കറുത്ത രാവിലെ 27, 28, 29 തുടങ്ങിയ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് എല്ലാ മാസവും, അതും കൂടി കരുതാം. ഇങ്ങനെ ഇരട്ടി നിയ്യത്തിനനുസരിച്ച് ഇരട്ടി പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അത് ഏത് സുന്നത്ത് നോമ്പും നമുക്ക് മറ്റു നോമ്പിന്റെ കൂടെ കരുതാവുന്നതാണ്. ഫർള് നോമ്പൊക്കെ കരുതാം. നിയ്യത്ത് വെച്ചാൽ മാത്രമേ വീടുകയുള്ളൂ. ഓരോന്നിനും നിയ്യത്ത് വെക്കണം. അതുകൊണ്ട് ഖളായ ഫർള് നോമ്പും കൂട്ടിക്കരുതുന്നതിന് വിരോധമില്ല. തിങ്കൾ വ്യാഴമൊക്കെ വരുമ്പോൾ ആ നോമ്പും കരുതാം. ഇനി ഈ 6 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ തുടർച്ചയായിട്ട് 6 ദിവസം പൂർത്തിയാക്കാൻ കഴിയാത്തവർ
ശവ്വാലിലെ ഏതെങ്കിലും ഒരു ദിവസമായിട്ട് 6 നോമ്പ് പൂർത്തിയാക്കുന്നത് നല്ലതാണ്, വലിയ പ്രതിഫലമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതൊക്കെ നമുക്ക് പരലോകത്തെത്തുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാകുക. അല്ലാഹു നമ്മുടെ അമാലുകളൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു.